ഹായ് ഹലോ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീട്ടിലെ കറ്റാർ വാഴച്ചെടീനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഒരു ചട്ടിയിൽ ഒരു ചെടി ഞാൻ നട്ടിട്ടുണ്ടായിരുന്നതാണ്. അതപ്പോൾ ഒരുപാട് ചെടികളായിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം പറിച്ച് മാറ്റി വേറൊരു ചട്ടിയിൽ നട്ടതാണ്. അതും വലുതായിട്ടുണ്ട്. അതിൽ 3 മറ്റു ചെടികളായിട്ടുണ്ട് കേട്ടോ. 2 ചെടികളായിട്ടുണ്ട്. തിങ്ങി നിറഞ്ഞ് ചട്ടി കാണാൻ പറ്റാത്ത രീതിയിലാണ് കേട്ടോ കറ്റാർ വാഴ ചെടികൾ. ഇതിൽ ശരിക്കും ഒരുപാട് നന്നല്ലാത്ത ഇലകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പറിച്ച് മാറ്റണം കേട്ടോ. ഞാനത് മാറ്റിയിട്ടൊന്നുമില്ല. കാരണം ഒരുപാട് ചട്ടികൾ ഇപ്പോൾ കറ്റാർ വാഴ ചെടികൾ വന്നിട്ടുണ്ട്, മാറ്റി മാറ്റി നട്ടിട്ട്. കാരണം ഇത് ഞാൻ വേറൊരു ചട്ടിയിൽ ഒരു ചെടി നട്ടതാണ് കേട്ടോ. അതിൽ ഒരുപാട് കുറച്ച് കരിയിലയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നടന്ന സമയത്ത്. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് കാണിച്ചത്. ഇത് ഞാൻ ഒരു എന്താ പറയുക, ടയർ കൊട്ടയിൽ നട്ടതാട്ടോ. ശരിക്കും പറഞ്ഞാൽ കറ്റാർവാഴ നടാൻ വേണ്ടിയിട്ട് വിസ്തീർണമുള്ള പരന്ന ചട്ടിയാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ അത് വലുതും നല്ല ജെല്ലുള്ള ലീഫ് നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് വളരാനും ഈ നല്ല വിസ്തീർണമുള്ള ചട്ടിയാണ് നല്ലത്. ഇത് ഞാനൊരു പൊട്ടക്കോടത്തിൽ നട്ടതാട്ടോ. അതുപോലെ വലുതായിട്ടുണ്ട്. അതിൽ 2 നട്ടിട്ടുണ്ട്. അതിലേക്ക് നിറച്ചും കുഞ്ഞു കുഞ്ഞ് ചെടികൾ വളർന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പറിച്ച് കളയാം കേട്ടോ. ഒരുപാട് നന്നല്ലാത്ത ചെടികളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഞാൻ വേറൊരു ചട്ടിയിൽ നട്ടിട്ടുണ്ട് ഒരു ചെടി കണ്ടോ. അതിലും കുറേ കുഞ്ഞു കുഞ്ഞു ചെടികളും പുല്ലുകളൊക്കെ മുളച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മാറ്റാം, അതൊക്കെ ക്ലീൻ ചെയ്യാം. ഇത് ഞാൻ വേറൊരു ചട്ടിയിൽ നട്ടതാണ് കേട്ടോ. ഇതൊക്കെ അതിൽ നിന്ന് പൊട്ടി മുളച്ചിട്ടുണ്ടാണ് ബേബി കറ്റാർവാഴ ആണ് കേട്ടോ. ഇതിലൊക്കെ ഞാൻ നട്ടിരിക്കണത്. ഇത് വേറൊരു ചട്ടിയിൽ നട്ടതാണ്. അതൊക്കെ ഒരു ചെടി നട്ടാൽ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് ചെടികൾ കിട്ടും കേട്ടോ. ഒരു ചെടി നട്ടാൽ മതി. കറ്റാർവാഴ ചെടികൾ വേറെ ഒരുപാട് കിട്ടും. ഇന്ന് പലർക്കും അറിയില്ല എങ്ങനെ കറ്റാർവാഴ ചെടി മാറ്റി നടുകയെന്നും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞ് കറ്റാർവാഴ ചെടികൾ എങ്ങനെ ഒരു ചെടിയിൽ നിന്ന് ഉണ്ടാവുകയെന്നും നമുക്കത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിൽ നിന്ന് 2 ചെടികളാണ് ഞാൻ പറിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. കുഞ്ഞ് ബേബി അലോവേരാസ് 2 ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഓട്ടയുള്ള, അതായത് നല്ല വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പോകണം എന്ന രീതിയിലുള്ള ഒരു ചട്ടി എടുത്തിട്ട്, ഇത് ചെറിയ ചട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ, നല്ല വിസ്തീർണമുള്ള ചട്ടിയാണ് വേണ്ടത്. അതിൽ ചരലോട് കൂടിയ മണ്ണാണ് നമ്മൾ നിറയ്ക്കേണ്ടത്. അതാകുമ്പോൾ വേഗം വേര് പിടിച്ച് കിട്ടും. ഇതിന് വേറെ ഒരു വളവും വേണ്ട കേട്ടോ. വെറും മണ്ണ് മാത്രം മതി, നല്ല ഇളക്കമുള്ള മണ്ണ്. ഞാൻ കൂടുതലും ചരലുള്ള മണ്ണാണ് എടുത്തിരിക്കുന്നത്, പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടാൻ കേട്ടോ. അതുപോലെ മണ്ണ് എടുത്തിട്ട് അതിൽ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ആ കുഞ്ഞ് കറ്റാർവാഴ ചെടികൾ നമുക്ക് അതിൽ നട്ടു കൊടുക്കാം. ഈ 2 ചെടികളാണ് ഞാൻ നടണത്. ചെറിയ ചെടി കേട്ടോ. നന്നായി തട്ടി കുടഞ്ഞു കൊടുത്തിട്ട് വെറുതെ ഇങ്ങനെ വെക്കാനേ പാടുള്ളൂ. കുഴി കുത്തിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പാടില്ല. വെറുതെ ഇങ്ങനെ ആ മണ്ണിൻ്റെ മുകളിൽ വെക്കാനേ പാടുള്ളൂ. എന്നാലാണ് അതിൻ്റെ വേര് പെട്ടെന്ന് സ്പ്രെഡ് ആവുകയോ ചെയ്യുള്ളൂ. ആ വേരിൽ നിന്നാണ് ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞ് കറ്റാർവാഴ ചെടികൾ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് മണ്ണിൻ്റെ ഉള്ളിൽ കുഴി കുത്തിയിട്ട് നമ്മൾ വെക്കാൻ പാടില്ല എന്ന് പറയുന്നത്. വെറുതെ ഈ മണ്ണിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് അതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തിട്ട് നികത്തുക. ഇതാണ്ടോ, വെറുതെ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് മണ്ണൊന്നും ഇട്ട് കൊടുക്കരുത്, കുറച്ച് അതിൻ്റെ വേര് മൂടണ രീതിയിൽ. ഇത് ചെറിയ ചെടി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിൻ്റെ വേരൊന്നും കളയാത്തത്. ശരിക്കും പറഞ്ഞാൽ വലിയ ചെടിയാണെങ്കിൽ നമ്മൾ നടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേരൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതുകൊണ്ട് ആ ചെടി കേടിയൊന്നും വരില്ല. പിന്നെ ഈ ലീഫിൽ മണ്ണ് നമുക്ക് വരാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് അളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലീഫിൻ്റെ മുകളിൽ മണ്ണൊന്നും വരാൻ പാടില്ല. അതൊക്കെ നമ്മൾ മാറ്റി കൊടുക്കണം. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളം അടിയിൽ കൂടെ വാർന്ന് പോകുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ കറ്റാർ വാഴ ചെടിക്ക് ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 1 2 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി.